പിറ്റേന്ന് രാവിലെ അമ്മമ്മയുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്ന് പറഞ്ഞു രാവിലെ തന്നെ നില വീട്ടിലേക്ക് ബസ് കയറി. 8:30 നില ജിതിൻ്റെ വീട്ടിലെത്തി. നിലയുടെ വീട്ടിൽ നിന്ന് ഒരു 20 മിനിറ്റ് ദൂരം കൂടുതലുണ്ട് ജിതിൻ്റെ വീട്ടിലേക്ക്. നില ചെന്ന് ബെല്ലടിച്ചതും ഷീജയാണ് വാതിൽ തുറന്നത്. ഇത്ര നേരത്തെ ഇങ്ങ് പോന്നോ? മര്യാദയ്ക്ക് മാമ വരാമെന്ന് പറഞ്ഞതല്ലേ ഇന്നലെ തന്നെ. അതൊന്നും പ്രശ്നമില്ല ആൻറ്റി, അമ്മമ്മയുടെ ബ്രേക്ക്ഫാസ്റ്റ് മിസ് ചെയ്യാതിരിക്കാൻ നേരത്തെ പോന്നു. കയറി വാ. നേരത്തെ പോന്നിട്ടും അമ്മമ്മയുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിളയ്ക്കുന്ന യോഗമില്ലല്ലോ. ഇന്ന് രാവിലെ കിച്ചണിൽ ഞാനാ. അതെന്തു പറ്റി? സാധാരണ അവിടെ ആയാലും ഇവിടെ ആയാലും അമ്മമ്മയാണല്ലോ രാവിലെ ഫുഡിൻ്റെ ആള്. നിള കോളേജ് ബാഗ് സോഫയിൽ വെച്ച് ആൻറ്റിക്ക് പിന്നാലെ കൂടി. അമ്മ രാവിലെ അമ്പലത്തിൽ പോയി, മാമനും കൂടെ പോയിട്ടുണ്ട്. അതിന് എന്താ പ്രത്യേകത? അങ്ങനെ പോക്ക് ഇപ്പോൾ പതിവില്ലല്ലോ. അറിയില്ല, ഇന്നലെ കിടക്കാൻ നേരമാണ് വന്ന് പറഞ്ഞത് രാവിലെ അമ്പലത്തിൽ പോകുന്നുണ്ടെന്ന്. അപ്പം മാമനും കൂടെ ചെല്ലാന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ബാക്കിയുള്ള 2 എണ്ണമോ? നീലിമത ഇപ്പോൾ കുളിക്കാൻ അങ്ങ് പോയിട്ടുള്ളൂ. അവൻ എണീറ്റില്ലായിരുന്നു. നിള പോയി 2 ആളെയും വിളിച്ചിട്ട് വായോ. സംസാരത്തിനിടയിൽ തന്നെ അവർ ഫുഡ് ടേബിളിൽ എടുത്തു വെച്ചു. നിള ബാഗ് എടുത്തു അവളുടെ റൂമിലേക്ക് വിട്ടു. പഴയപോലെ ജിതിൻ്റെ റൂമിലേക്ക് ഇടിച്ചു കയറി ചെല്ലാൻ തോന്നിയില്ല അവൾക്ക്. റൂമിൽ കയറി ചെന്ന പാടെ ബാഗ് സൈഡിലേക്ക് വെച്ചവൾ ബെഡിലേക്ക് കയറി കിടന്നു. ആ കിടപ്പിൽ സുഖം പിടിച്ച് ഒന്ന് മയങ്ങി വരും നേരം അവളെ വിളിച്ചുകൊണ്ട് നീലിമ റൂമിലേക്ക് കയറി വന്നു. നീ എന്താ വന്നിട്ട് ഞങ്ങളെ വിളിക്കാഞ്ഞേ? ആൻറ്റി പറയാ നീ റൂമിലേക്ക് പോയിട്ടുണ്ടെന്ന്. എന്താ പറ്റിയ നിനക്ക്? അവളുടെ ശീലങ്ങളിൽ മാറ്റം വന്നതുപോലെ തോന്നി നീലിമയ്ക്ക്. മുൻപാണേൽ ഇപ്പോൾ അലച്ചു തല്ലി ജിതിനെ കുത്തിപ്പൊക്കേണ്ട സമയം കഴിഞ്ഞു. ഒന്നുമില്ല ചേച്ചി, ബാഗ് വെക്കാൻ വന്നതാ. ബെഡ് കണ്ടപ്പോൾ കിടക്കാൻ തോന്നി. നേരത്തെ പോകാതല്ലേ ഹോസ്റ്റലിൽ നിന്ന്. ദേ നിന്നെ കൊണ്ടുവരാൻ പോകണം എന്ന് പറഞ്ഞ ജിതിനേട്ടൻ കുളിക്കാൻ കയറിയത്. ഒരു സർപ്രൈസ് ഒപ്പിക്കാനുള്ള വകുപ്പുണ്ട്. ആണോ? എന്നാൽ ഇപ്പോൾ എന്താ ചെയ്യുക? നിലയെ ആ ബെസ്റ്റ് ഒക്കെ തീർന്നു. ഷീജയുടെ വിളി കേട്ട് നില നെറ്റിയിൽ കൈവച്ചു. ഇനി നീ പോരെ. അവളുടെ നിൽപ്പ് കണ്ട് ചിരിയോടെ നീലിമ പോയി. അവൾക്ക് ഒരേ സമയം ഇറങ്ങിച്ചെല്ലാനും പുതച്ചുമൂടി കിടക്കാനും കൊതി തോന്നി. വേഗം പാടി. നീലിമ ഒന്നുകൂടെ വാതിലിൽ തട്ടിപ്പോയി. നില ചെല്ലുമ്പോൾ ജിതിൻ ഹാളിലുണ്ട്. ഞാൻ വരുമായിരുന്നല്ലോ നിളയെ. ഞാൻ കഴിഞ്ഞ 1 വർഷം ഡെയിലി വന്നുകൊണ്ടിരുന്ന വഴി തന്നെയാ. പിന്നെ എന്താ പ്രശ്നം? അത് തന്നെ, പിന്നെന്താ പ്രശ്നം? ഇവിടെ നിന്നാൽ പോരെ? ഹോസ്റ്റലിൽ പോണോ? എനിക്ക് വിശക്കണോ. അമ്മമ്മ വന്നില്ലേ? നിള അവനെ മറികടന്ന് ഡൈനിങ് ടേബിളിൽ അടുത്തെത്തി. അവർ വരാൻ വൈകും നിളയെ. അമ്മയ്ക്ക് എന്തോ വഴിപാടൊക്കെ ഉണ്ട്, നമുക്ക് കഴിക്കാം. ആൻറ്റി പറയേണ്ട താമസം നിള പ്ലേറ്റ് എടുത്തിരുന്നു. അവർക്കൊപ്പം ജിതിനും നീലിമയും വന്നിരുന്നു. അവർ കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അമ്പലത്തിൽ പോയവർ തിരിച്ചു വന്നത്. അമ്മമ്മേ! നിള വേഗം ഓടിച്ചെന്നു. രാവിലെ തന്നെ പോന്നോ? ഞാൻ അമ്മമ്മ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഓടി വന്നതാ. വന്നപ്പോൾ ആളിവിടെ ഇല്ല. അവർ അവൾക്ക് കയ്യിലെ ഇലയിൽ നിന്ന് ചന്ദനം എടുത്ത് തൊട്ടു കൊടുത്തു. ഞാൻ വേഷം മാറിയിട്ട് വരാം. അമ്മമ്മ നടന്നു പോയപ്പോൾ നിള ഒന്ന് സംശയിച്ച് നിന്നു. അമ്മമ്മയ്ക്ക് ഞാൻ വന്ന് ഇഷ്ടമായില്ലേ? എന്നാൽ ഞാൻ ഇനി മാസത്തിലൊരിക്കൽ വരുള്ളൂ. അവൾ മുഖം ചുളിച്ചു പറഞ്ഞു. ജിതിൻ അവളുടെ തോളിലൂടെ കൈയിട്ട് പിടിച്ചു. അമ്മമ്മ ചിലപ്പോൾ അമ്മായി ഓർത്തിട്ടാവും. നീ നിൻ്റെ കുനിഷ്ഠ മാത്രം തെളിയുന്ന തലയെ ഒന്ന് അടക്കി വെക്കി. അവൻ മറ്റേ കൈകൊണ്ട് അവളുടെ തല ഒന്ന് ആട്ടി. വിട്ടേ, അതിൻ്റെ ഇടയിൽ എൻ്റെ തലയെ കുറ്റം പറയുന്നോ? ജിതിൻ്റെ പിടിവിട്ട് അവൾ നീലിമയ്ക്ക് അടുത്തേക്ക് ചെന്നു. ഉച്ചയ്ക്കുള്ള പാചകത്തിന് ഷീജയ്ക്കൊപ്പം കൂടിയേക്കാണ് നീലിമ. നിളയും അവൾക്കൊപ്പം ചെന്നിരുന്നു. അമ്മമ്മയും കഴിച്ചു കഴിഞ്ഞ് അവർക്കടുത്തേക്ക് ചെന്നു. നിളയെ പെട്ടെന്ന് റെഡിയായി വാ, നമുക്ക് പുറത്തു പോകാം. ജിതിൻ വാതിൽ വന്ന് വിളിച്ചു. എവിടേക്കാ ജിതിനേട്ടാ? എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വരുന്നുണ്ട് ടൗണിൽ. ആകെ 2 ദിവസത്തേക്കാണ് നിള വന്നേക്കുന്നത്. അത് മുഴുവനും പുറത്തു പോയാൽ എങ്ങനെയാ? അമ്മമ്മ പോണ്ട എന്ന മട്ടിൽ പറഞ്ഞു. ഞങ്ങൾ വൈകിട്ട് മുമ്പേ എത്തും അമ്മമ്മേ. എന്നാൽ നീലിമ കൂടി ചെല്ല്. ഏയ് ഞാനില്ല, എനിക്ക് തുണി കുറേ കഴുകാനുണ്ട്. പിന്നെ സ്കൂളിലേക്ക് ചാർട്ട് റെഡിയാക്കാനൊക്കെ ഉണ്ട്. അമ്മമ്മ പറഞ്ഞപ്പോഴേക്കും നീലിമ ഒഴിഞ്ഞു. നീ തനിച്ച് പോയിട്ട് വാ. കഴിഞ്ഞ തവണ വന്നിട്ടും കറക്കമായിരുന്നില്ലേ? ഞങ്ങൾക്ക് കൂടി വേണ്ടേ 2 ദിവസം അവളെ? അമ്മമ്മ തീരുമാനം പോലെ പറഞ്ഞു. ജിതിൻ്റെ കൂടെ പോവാൻ നിളയ്ക്കും പഴയ താല്പര്യമില്ലാത്തതിനാൽ അവൾ അമ്മമ്മയെ കൂടുതൽ നിർബന്ധിക്കാൻ നിന്നില്ല. ജിതിൻ 1-2 വട്ടം കൂടി പറഞ്ഞു നോക്കി, പക്ഷേ അമ്മമ്മ സമ്മതിച്ചില്ല.
നിലയുടെ താല്പര്യമില്ലായ്മ ജിതിനെ അമ്പരപ്പിച്ചു. അവൾക്ക് പോകാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഏതു വിധേനയും അവൾ അമ്മമ്മയെ സമ്മതിപ്പിക്കും. ജിതിൻ പോകാൻ ഒട്ടും ആഗ്രഹമില്ലാതെ എന്നാൽ ചെല്ലാന്ന് പറഞ്ഞു പോയതിൻ്റെ പേരിൽ പോകാനിറങ്ങി. 11 മണി കഴിഞ്ഞു. വിശ്വജിത്ത് സേതിയെ പിക്ക് ചെയ്യാൻ വരുമ്പോൾ, ഇത്തിരി ലേറ്റായി, അനിൽ സാറിനെ ബസ് സ്റ്റോപ്പിൽ വിടാൻ പോയതാ. അത് സാരമില്ല. നിള എപ്പോൾ പോയി? അവൾ രാവിലെയേ വണ്ടി പിടിച്ചു. വിശ്വജിത്ത് ചിരിച്ചു. നീ കയറിക്കോ. വിശ്വജിത്ത് ബൈക്ക് തിരിച്ചു. ഇതെങ്ങോട്ടാണ്? അവരൊക്കെ താമസിക്കുന്ന വീടിൻ്റെ സൈഡിലെ വഴിയിൽ കൂടി പോകുന്നേരം സേതി തിരക്കി. ഇവിടെ നല്ലൊരു സ്ഥലമുണ്ട്, പാടത്തിൻ്റെ സൈഡാണ്. ബെന്നി സാറിന് രാത്രിയിടയ്ക്ക് നടക്കാൻ പോകുന്ന പണിയുണ്ട്. ഒരിക്കൽ ആളുടെ കൂടെ വന്നപ്പോൾ കണ്ട സ്ഥലമാണ്. അധികം ദൂരമൊന്നും ഇല്ലായിരുന്നു അവൻ പറഞ്ഞ സ്ഥലത്തേക്ക്. കൂടിപ്പോയാൽ 1.5 കിലോമീറ്റർ. ഒരു സൈഡിൽ പാടമാണ്, പക്ഷേ കൊയ്ത്തോ നടലോ ഒന്നുമില്ലാതെ കിടക്കുന്ന പാടമാണ്. റോഡിന് ഇപ്പുറം സൈഡിൽ തണ്ണിമത്തനും വെള്ളരിയുമൊക്കെ വിളഞ്ഞു കിടപ്പുണ്ട്. അവിടെ തന്നെ ഒരു ഏറുമാടം കെട്ടിയ കച്ചവടമുണ്ട്. റോഡിന് 2 സൈഡിലും മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എന്തൊക്കെയോ ഔഷധ വൃക്ഷങ്ങളാണ്. ഓരോന്നിലും പേരുകൾ ലേബൽ ചെയ്തിട്ടുണ്ട്. ഒപ്പം ഏതോ ഒരു ക്ലബിൻ്റെ പേരും. അവിടെ ഒരുക്കിയ ഇരിപ്പിടങ്ങൾക്കടുത്തായി വിശ്വജിത്ത് ബൈക്ക് ഒതുക്കി നിർത്തി. അങ്ങോട്ടിരുന്നോ, ഞാനിപ്പോൾ വരാം. മുളബെഞ്ച് കാണിച്ചു കൊടുത്ത് അവൻ റോഡിൻ്റെ സൈഡിലായി കാണുന്ന ഏറുമാടത്തിലേക്ക് ചെന്നു. സേതി ബെഞ്ചിലേക്കിരുന്നു. 2-3 മരങ്ങൾ ഗ്യാപ്പിട്ട് ഇതുപോലെ മുളബെഞ്ചുകൾ റോഡിൻ്റെ അറ്റം വരെ സ്ഥാപിച്ചിട്ടുണ്ട്. ചിലതിലൊക്കെ ആളുകൾ ഇരിക്കുന്നുണ്ട്. ഈ പ്രദേശത്ത് തന്നെ ഉള്ളവരാണെന്ന് വേഷത്തിൽ നിന്ന് തിരിച്ചറിയാം. വിശ്വജിത്ത് 2 മൺകുടുക്കകളുമായി വന്നു. സേതി അതിൽ എന്താണ് തിരക്ക് മുന്നേ ഒരു കുടുക്ക അവൻ അവളുടെ കയ്യിലേക്ക് വച്ചു കൊടുത്തു. വാട്ടർമെലൻ ചെറുതായി ഉടച്ച് പഞ്ചസാര വിതറിയതാണ്. ഇവിടെ ഇങ്ങനെയും കച്ചവടമുണ്ടോ? വൈകിട്ട് ഈ വഴി നടക്കാനൊക്കെ കുറേ പേര് കാണും. അധികം വണ്ടികളോ ആളുകളോ പോകാത്ത വഴിയാണെന്ന് കണ്ടാണ് അവൾ തിരക്കിയത്. കഴിച്ചോ. പാള കൊണ്ടുള്ള ഒരു സ്പൂൺ ഒരെണ്ണം അവൻ പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുത്തു. നീ എന്താ കാണണമെന്ന് പറഞ്ഞത്? നിലയുടെ കാര്യം വല്ലതുമാണോ? അതൊന്നുമല്ല. കഴിച്ചു കഴിഞ്ഞിട്ടാണ് അവൾ കാണണം എന്ന് പറഞ്ഞതിനുള്ള കാരണം തേടിയത്. ജിത്തേട്ടൻ എന്നോട് വൃന്ദയോട് സംസാരിച്ച് നോക്കണമെന്ന് പറഞ്ഞിരുന്നില്ലേ? അവൾക്കന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെ വിടാതിരുന്നതിലുള്ള ദേഷ്യമായിരുന്നെന്ന് തോന്നുന്നു. പിന്നീട് അങ്ങനെ വാശിയോ ബഹളമോ ഇല്ലായിരുന്നെന്നാണ് അമ്മ പറഞ്ഞത്. അങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇടയ്ക്ക് പുറത്ത് പോകുന്നത് കൊണ്ട് എന്താ പ്രശ്നം ജിത്തേട്ടാ? വീട്ടിൽ പറഞ്ഞിട്ടല്ലേ പോകുന്നത്? നമ്മുടെ കോളേജിലും കുട്ടികൾ പോകുന്നത് കണ്ടിട്ടില്ലേ? എനിക്ക് പ്രശ്നമൊന്നും ഇല്ല സേതി, അമ്മയാണ് ചുമ്മാ. ജിത്തേട്ടൻ ഈ വീക്ക് അവളെ വിളിച്ചിരുന്നോ? ഈ വീക്ക് ഇല്ല. അമ്മ വിളിക്കുമ്പോൾ എല്ലാവരുടെയും വിശേഷം പറയാറുണ്ട്. ഇതൊക്കെ തന്നെയാണ് പ്രശ്നം. ജിത്തേട്ടൻ അപ്പച്ചി വിളിച്ചു അവളുടെ ഓരോ കുറ്റം പറയുമ്പോൾ ഉപദേശിക്കാൻ മാത്രം വിളിക്കും അല്ലേ? അല്ലാതെ അവളെ വിളിച്ച് ഒന്ന് സംസാരിച്ചാൽ എന്താ? സേതി നീ കാര്യം പറ. അവൻ കുറച്ച് ഗൗരവത്തിൽ ചോദിച്ചതും സേതി വൃന്ദ അവളോട് പറഞ്ഞ കാര്യങ്ങൾ ഒന്നു വിടാതെ തന്നെ അവനോട് പറഞ്ഞു. സേതി പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് വിശ്വജിത്ത് ആകെ വല്ലാതായി. അവൻ തലയ്ക്ക് കൈവച്ച് കുനിഞ്ഞിരുന്നു പോയി. തുടരും. സ്നേഹത്തോടെ, അഭിനവി.